ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന പലരും തന്നെ വളരെയധികം പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്താണ് അതിൻ്റെ കാരണം? നാം ആദ്യം തന്നെ ആൻസർ ചെയ്യേണ്ടുന്ന ഒരു ചോദ്യം, എങ്ങനെയാണ് നാം ഈ രംഗത്തേക്ക് കടന്നു വന്നത്? എന്ത് കാരണമായിരുന്നു? പഠനങ്ങൾക്ക് ശേഷം കൃത്യമായൊരു ജോലിയൊന്നും ലഭിച്ചില്ല എന്നതുകൊണ്ട് മാത്രമായിരുന്നോ? അതല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ്റെ ഭാഗമായിട്ടായിരുന്നു? അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നത്തിൻ്റെ പരിഹാര മാർഗമായിട്ടായിരുന്നു? ബിസിനസ് രംഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ നാം നമ്മോട് ചോദിക്കേണ്ടുന്ന ആദ്യ ചോദ്യം, വാട്ട് കൈൻഡ് ഓഫ് പ്രോബ്ലം വി ആർ ഗോയിങ് ടു സോൾവ്? ഏത് തരത്തിലുള്ള ഒരു പ്രശ്നത്തെയാണ് നാം സോൾവ് ചെയ്യുന്നതെന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കണം നമ്മുടെ ബിസിനസ്. അതല്ലാത്ത പക്ഷം ഒരിക്കലും തന്നെ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ല. അതോടൊപ്പം തന്നെ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ പാഷനുമായി കണക്ട് ചെയ്തുകൊണ്ട് കൂടിയാണ് എങ്കിൽ തീർച്ചയായിട്ടും തന്നെ നിങ്ങൾക്ക് എന്നും വളരെ ഫയർഡായിക്കൊണ്ട് തന്നെ മുന്നോട്ടേക്ക് നീങ്ങുവാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ചോദ്യം നിങ്ങൾ ചോദിക്കുക, എന്ത് കാരണം കൊണ്ടാണ്? അതോടൊപ്പം വാട്ട് കൈൻഡ് ഓഫ് പ്രോബ്ലം വി ആർ ഗോയിങ് ടു സോൾവ്? എന്ത് പ്രശ്നത്തെയാണ്? ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്? രണ്ടാമത്തെ ചോദ്യം, ഏത് ഘട്ടത്തിലൂടെയാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്? സ്ട്രഗ്ലിംഗ് പീരിയഡിലൂടെയാണോ ഇന്നും മുന്നോട്ടേക്ക് പോകുന്നത്? അതല്ലെങ്കിൽ സ്റ്റേബിളായ ഒരു ബിസിനസ് രംഗത്ത് കൂടിയാണോ? അതല്ലെങ്കിൽ ഒരു സക്സസ് പേഴ്സണാണോ? മഹാഭൂരിപക്ഷം ആളുകളും തന്നെ ഇന്നും സ്ട്രഗ്ലിങ്ങിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. കാരണം ദേ ഡോണ്ട് നോ ദിർ കസ്റ്റമേഴ്സ്. അവരുടെ കസ്റ്റമർ അവർക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള കാലങ്ങൾ കൊണ്ട് ഒരു ബിസിനസ് തുടങ്ങി അവരുടെ കസ്റ്റമർ ആരാണ് എന്ന കൃത്യമായ ധാരണ നമുക്കില്ലാത്ത പക്ഷം ഒരിക്കലും തന്നെ നമുക്ക് അവർക്ക് വേണ്ടുന്ന സൊല്യൂഷൻസ് നൽകുവാൻ സാധ്യമല്ല. കാരണം നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ പ്രശ്നങ്ങളെ വളരെ ഡീപ്പായിക്കൊണ്ട് തന്നെ അറിഞ്ഞാൽ മാത്രമാണ് അവർക്ക് വേണ്ടുന്ന സൊല്യൂഷൻ നൽകുവാൻ സാധ്യമാകും. ആ ഒരു സൊല്യൂഷനെ നമ്മുടെ ബിസിനസ്സാക്കി മാറ്റുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിൽ വളരെയധികം എക്സ്പെർട്ടൈസും ഉണ്ടായിരിക്കും. എങ്കിൽ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കൂടി കണ്ടെത്തുവാൻ ശ്രമിക്കുക. വാട്ട് കൈൻഡ് ഓഫ് പ്രോബ്ലം ദേ ആർ ഫേസിങ്? അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതിനെ ഏറ്റവും ഡീപ്പായിക്കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയും അതിന് വേണ്ടുന്ന സൊല്യൂഷനാക്കി മാറ്റുവാൻ നമ്മുടെ ബിസിനസ്സിനെ പ്രാപ്തമാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ബിസിനസ് കെട്ടിപ്പടുക്കാം.